ധർമ്മേന്ദ്ര പ്രധാൻ CJP തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ നരനായാട്ട് സമരം, ഇത് മൂന്നും തമ്മിൽ ബന്ധമില്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഒരു വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ട യഥാർത്ഥ കർത്തവ്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ക്രോക്കോച്ച് ജനതാ പാർട്ടി CJP ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രതിസന്ധിയായി, വലിയൊരു എതിരാളികളായി കടന്നു വന്നിരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം. CJPയെ കേൾക്കാത്തവർ ഇന്ന് ആരുമില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരൊക്കെ, അഥവാ ഇവിടുത്തെ യുവതലമുറയെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്, യുവജനതയെക്കുറിച്ച് അവർക്ക് ക്രോക്കോച്ചുകളാണ് എന്ന് എഴുതിത്തള്ളി. എന്ന് പറഞ്ഞാൽ പാറ്റകൾ, പാറ്റകളാണ്, ആയുസ്സില്ലാത്തവരാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണ്, അവരെ കൊണ്ട് ഉപകാരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ ഒരു ആളായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ, അഥവാ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി. അതിനെതിരെ ഒരു യുവജനം, അഥവാ ഒരു യുവജന പ്രസ്ഥാനം ഉടലെടുത്തു, ഒരു യുവ കൂട്ടായ്മ, യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉടലെടുത്തു. അതാണ് CJP. എല്ലാവർക്കും അറിയാം. ഈ CJPയുടെ ലക്ഷ്യം എന്താണ്? ഇപ്പോ അവര് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരാഹാര സമരം പുറത്ത് നടക്കുന്നുണ്ട്, CJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. CJP എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ഡൽഹിയിലെ തിരുവോരങ്ങളിറങ്ങി സമരം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്? കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. എന്താ രാജിവെക്കാൻ അവർ ആവശ്യപ്പെടുന്നത്? നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന ഒരു മേഖലയാണല്ലോ MBBS, മെഡിക്കൽ മേഖല. ഒരു ഡോക്ടറാവുക എന്നുള്ളത്, നമ്മുടെ മക്കൾ ഒരു ഡോക്ടറാവുക എന്നുള്ളത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നമാണ്. അതിൻ്റെ ആദ്യ പടിയാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ആ നീറ്റ് എക്സാമിൻ്റെ ക്രമക്കേടുകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്, പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ്. ഒരു നീറ്റ് എക്സാമിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അപ്പോയിന്റ് ചെയ്യുകയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്ത് വളരെ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ആ നീറ്റ് എക്സാമിൻ്റെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടത്തി, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തി, കുട്ടികൾക്ക് വളരെ വിഷമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയപ്പോൾ, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അത്ര ഒരു പെരുമാറ്റമുണ്ടായപ്പോൾ ഇതിനെതിരെ കുറച്ച് യുവാക്കൾ സംഘടിച്ചു. മാത്രമല്ല, അവരെ ഈ പാറ്റകളാണ് എന്ന് പറയുകൂടി ചെയ്തപ്പോൾ ഒന്നുകൂടെ സമരം ആളിക്കത്തി. അങ്ങനെ ഒരു പ്രതിഷേധം ആളിക്കത്തുകയും അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യുവ കൂട്ടായ്മ രൂപപ്പെട്ടു. അതാണ് CJP. ആ CJP ഇന്ന് ഡൽഹിയിലെ തെരുവിൽ ഇറങ്ങുകയും ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ തെരുവിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഡൽഹി പോലീസിന്റെ നരനായാട്ടുകളെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരടിച്ചമർത്തുകയും ആ യുവക്കൂട്ടായ്മയെ പാമ്പിനെ നായക്കൾ തല്ലുന്നതിനേക്കാൾ ക്രൂരമായി തച്ച് അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും നമ്മുടെ ഫോണിലേക്കും നമ്മുടെ മാധ്യമങ്ങളിലേക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കും പ്രചരിക്കുകയാണ്. അതുകൊണ്ട് അവരിപ്പോഴും സമരമുഖത്താണ്. ഇവർ സമരമുഖത്ത് നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നുള്ളത് അറിയിക്കുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. ഏതായിരുന്നാലും ഈ CJP എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, വലിയൊരു യുവജന കൂട്ടായ്മ, അത് നമുക്കൊരു ഒരു സന്ദേശമാണ് നൽകുന്നത്. ഞങ്ങളൊന്നും പാറ്റകളല്ല, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ള വലിയൊരു മെസ്സേജ്, ഒരു സന്ദേശം അവർ യുവജന പാർട്ടി കൊടുക്കുന്നുണ്ട്, അവർ യുവജന കൂട്ടായ്മ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് യുവാക്കൾ എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥി യുവാക്കളെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സമരത്തിന് ഐക്യദാർഢ്യം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്. നമ്മൾ ആരും അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. നമ്മളും അതിനെതിരെ, ആ ഒരു പ്രശ്നത്തിനെതിരെ നമ്മളും ഒരു ഭാഗമാകണം. CJP എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ വലിയ അധ്വാനം
തീരുമാനത്തിലാണ്. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചർച്ച കാണാം. എന്തായിരിക്കും ചർച്ചയിൽ അവർ പറയുന്ന വാക്കുകൾ? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുമോ അതോ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമോ? ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം. CJP നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇന്ത്യയിൽ വിദ്യാഭ്യാസം നല്ല രൂപത്തിൽ നടക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ചൂഷണവും വരുത്താൻ പാടില്ല. അതിന് യാതൊരു ക്രമക്കേടും വരുത്താൻ പാടില്ല. അതുകൊണ്ട് അതിനെതിരെ യുവാക്കൾ മുന്നിട്ട് തന്നെയുണ്ട്. വലിയ സന്ദേശമാണ് നൽകുന്നത്. കാത്തിരുന്ന് കാണാം.